റീസെൻ്റ് ആയിട്ട് എൻ്റെ അടുത്ത് ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് കാണിക്കുന്ന ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത സമയത്ത് പേര് വിളിക്കുമ്പോൾ കുട്ടി ശ്രദ്ധിക്കുന്നൊന്നുമില്ല, അതുപോലെ തന്നെ മുഖത്തേക്ക് നോക്കുന്നതും കുറവാണ്, എന്തെങ്കിലും കാണിച്ചു കൊടുക്കുമ്പോൾ അതിലേക്ക് നോക്കുന്നു, അങ്ങനെയൊന്നുമില്ല. കുട്ടിയുടെ ഏതോ ഒരു ലോകത്ത് അങ്ങനെ നിൽക്കുന്ന പോലെയാണ് തോന്നിയത്. ഡീറ്റെയിൽഡ് ആയിട്ട് ഹിസ്റ്ററി എടുത്ത് നോക്കിയപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തു. ആ കുട്ടിക്ക് ഒരു 6 to 8 month ഒക്കെ ആയപ്പോൾ സ്ക്രീൻ ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പാരൻസ്. പിന്നീട് കുട്ടിക്ക് സ്ക്രീൻ ടൈം ഒട്ടുമില്ലാതെ പറ്റാതെയായി. ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലെങ്കിൽ ഫുൾ ടൈം കുട്ടിക്ക് സ്ക്രീൻ അഡിക്ഷൻ എന്ന രീതിയിലായി. പ്രധാനമായും ആദ്യത്തെ ഒരു 3 വയസ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ടൈമിൽ ഒട്ടും തന്നെ സ്ക്രീൻ ടൈം പാടില്ലാത്തതാണ്. 0 സ്ക്രീൻ ടൈം എന്ന് തന്നെ പറയാം. പ്രധാനമായും ആ കുട്ടിയിൽ വീണ്ടും നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്, ബാക്കിയുള്ള 2 ഇയറിലുള്ള കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ സംസാരത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇൻട്രാക്ഷനിലും എല്ലാം ഡിലേ ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു കാര്യം ആ കുട്ടിയുടെ പാരൻസിന് അറിയായിരുന്നു. അതുപോലെ തന്നെ ഈ കാര്യത്തെ ഓർത്തിട്ട് അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ഈ ഒരു പാരന്റിനെ പോലെ മോസ്റ്റ് ഓഫ് ദ പാരൻസും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് കുട്ടികളിൽ എങ്ങനെ സ്ക്രീൻ അഡിക്ഷൻ കുറയ്ക്കാം, അതുപോലെ തന്നെ സ്ക്രീൻ ടൈം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത്. ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏർലി ടൈമിൽ തന്നെ ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഡെവലപ്മെൻ്റൽ ടോയ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാരൻറ്റും കുട്ടിയായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ കൂട്ടുക, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടിയായിട്ട് വീട്ടിലുള്ള എല്ലാവരും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ബാക്കിയുള്ള കുട്ടികളായിട്ട് കളിക്കാനും അവരുമായിട്ട് ഇടപഴകുവാനും എല്ലാം ഒരു സാഹചര്യം ഉണ്ടാക്കുമ്പോൾ അവർക്ക് സ്ക്രീൻ അഡിക്ഷൻ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. നോർമലി ഇപ്പോൾ കണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 6 to 8 month ഒക്കെ ആകുമ്പോഴേക്കും ഗ്രാജുവലി പാരൻസ് സ്ക്രീൻ ടൈം കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെയുള്ള ന്യൂബോൺ ഡെവലപ്മെൻ്റൽ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള ഗിഫ്റ്റ് ബോക്സ് നമുക്ക് കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും അതുപോലെ ആ ഒരു സ്ക്രീനിനോടുള്ള ഒരു അഡിക്ഷൻ ഒഴിവാക്കാനായിട്ടും സാധിക്കും.